ഇന്നത്തെ യാത്ര കോഴിക്കോട്ടെ നക്ഷത്ര ബംഗ്ലാവിലേക്ക്. മേഖല ശാസ്ത്ര കേന്ദ്രം. ഒരാൾക്ക് ഒന്ന് പോയി പൊന്തിച്ച് നോക്കുക. ഒന്ന് പോയി പൊന്തിച്ച് നോക്കടാ. അതാടാ വളരെ ലാഘവത്തോടെ ഒരു കാറ് പൊന്തിക്കാണ്. ഒഴിവു ദിവസങ്ങളിൽ കുട്ടികൾ ഏറ്റവും കൂടുതൽ കോഴിക്കോട്ട് വരാൻ ആഗ്രഹിക്കുന്നത് പ്ലാനറ്റോറിയം കാണാനാണ്. ശാസ്ത്രവുമായി ബന്ധപ്പെട്ട നിരവധി പ്രദർശനങ്ങൾ, പ്ലാനറ്റോറിയം, കുട്ടികൾക്കുള്ള പാർക്ക് എന്നിവയടങ്ങിയ വിശാലമായ സ്ഥലമാണിത്. കോഴിക്കോട് പുതിയ സ്റ്റാൻഡിന് സമീപം ജാഫർ ഖാൻ കോളനിയാണ് ഈ കേന്ദ്രം. ശാസ്ത്ര വിഷയങ്ങളിൽ താല്പര്യമുള്ളവരും വെറുതെ കാഴ്ച കാണുവാൻ വരുന്നവരോടൊപ്പം നിരവധി പേരാണ് നിത്യവും പ്ലാനറ്റോറിയം സന്ദർശിക്കുന്നത്. ഇതിങ്ങനെ ഒച്ചപ്പെടുകയല്ലോ. 1997 ജനുവരി 30 അന്നത്തെ മുഖ്യമന്ത്രി ഇ കെ നായനാരാണ് മേഖലാ ശാസ്ത്ര കേന്ദ്രം ഉദ്ഘാടനം ചെയ്തത്. ഫൺ സയൻസ് ഗാലറിയും പ്ലാനറ്റേറിയവുമാണ് തുടക്കത്തിലുണ്ടായിരുന്നത്. 2006 3D തിയേറ്റർ, 2007 മനുഷ്യക്ഷമത ഗാലറി, 2008 മിറർ മാജിക്, 2009 ഫൺ സയൻസ് ഗാലറിയുടെ നവീകരണം, 2010 ജ്യോതിശാസ്ത്ര ഗാലറി എന്നിവയാണ് പിന്നീടുണ്ടായ പ്രധാന വിപുലീകരണങ്ങൾ. 4000 ചതുരശ്ര മീറ്റർ വിസ്തൃതിയുള്ള ഈ കേന്ദ്രം ശാസ്ത്രത്തെ പ്രോത്സാഹിപ്പിക്കുകയും മുന്നോട്ട് നയിക്കുകയും ചെയ്യുന്നു. ഒപ്പം സജീവമായ ഇടപെടലുകളെയും പങ്കാളിത്തത്തിലൂടെയും സമൂഹത്തിൽ ശാസ്ത്രീയമായ മനോഭാവം വളർത്തുക എന്ന ലക്ഷ്യത്തോടെ ഗാലറി നിരവധി പരീക്ഷണങ്ങളും മാതൃകകളും പ്രദർശിപ്പിക്കുന്നു. 250 പേർക്ക് ഇരിക്കാവുന്ന താഴികക്കുടത്തിൻ്റെ ആകൃതിയിലുള്ള പ്ലാനറ്റേറിയം ഇവിടെ ഉണ്ട്. കൂടാതെ നക്ഷത്രങ്ങളുടെയും ഗ്രഹങ്ങളുടെയും ചലനത്തിൻ്റെയും തികച്ചും അതിശയകരമായ ഹൈബ്രിഡ് ഷോ സംപ്രേഷണം ചെയ്യുന്നു. 3D ഷോ പ്രേക്ഷകരെ വല്ലാതെ ആകർഷിക്കുന്ന മറ്റൊരു ഷോ ആണ്. കൂടാതെ കേന്ദ്രത്തിന് 3 സ്ഥിരം ഗാലറികളുമുണ്ട്. നിങ്ങളുടെ ചെവി ഇയർപീസിനോട് ചേർത്ത് വെച്ച് മൗത്ത് പീസിലൂടെ സംസാരിക്കുക. അല്പം വൈകിയാണ് നിങ്ങൾക്ക് ശബ്ദം കേൾക്കാനാവുന്നതല്ലേ? ശബ്ദം വായുവിലൂടെ സെക്കൻഡിൽ 340 മീറ്റർ സഞ്ചരിക്കുന്നു. ഇവിടെ 100 മീറ്റർ നീളമുള്ള കുഴൽ ചുരുളിലൂടെ സഞ്ചരിച്ചാണ് ശബ്ദം നിങ്ങളുടെ ചെവിയിലെത്തുന്നത്. അതുകൊണ്ട് ദൂരത്തിന് ആനുപാതികമായ താമസം നിങ്ങൾക്ക് കേൾവിയിൽ അനുഭവപ്പെടുകയും ചെയ്യുന്നു. ഒക്കെ അവിടെ വായിച്ചു നോക്കാതെ അവിടെ എഴുതിയിരിക്കുന്നതിനെപ്പറ്റി. തൂക്കിയിട്ടിരിക്കുന്ന ഏതാനും ബോളുകളുടെ സഹായത്തോടെ ആക്കത്തിൻ്റെയും ഊർജത്തിൻ്റെയും സംരക്ഷണ നിയമം വിശദീകരിക്കുന്ന ഒരു ഉപകരണമാണ് ന്യൂട്ടൻ്റെ കെട്ടിൽ. ഒരറ്റത്തുള്ള ബോളെടുത്ത് വശത്തേക്ക് നീക്കി പതിയെ വിടുക. അതിൻ്റെ ഫലമായി സംജാതമാകുന്ന ഊർജം ബോളുകളിലൂടെ അതേ വേഗതയിൽ സഞ്ചരിച്ച് ഒടുവിലത്തെ ബോളിനെ ഏതാണ്ട് അതേ ആക്കത്തിൽ തന്നെ തെറിപ്പിക്കുന്നു. ഇത് സൂചിപ്പിക്കുന്നത് അവസാനത്തെ ബോൾ ആദ്യത്തേതിൻ്റെ ഊർജവും ആക്കവും സ്വീകരിച്ചിരിക്കുന്നു എന്നതാണ്. ഇനി 2 ബോളുകൾ കൊണ്ടും തുടർന്ന് 3 ബോളുകൾ കൊണ്ടും ഇതേ പ്രവർത്തനം ആവർത്തിക്കും. ഭൗതിക ശാസ്ത്രജ്ഞനും ഗണിതശാസ്ത്രജ്ഞനും ജ്യോതിശാസ്ത്രജ്ഞനും തത്വചിന്തകനും ആൽക്കമിസ്റ്റും ആയിരുന്നു സർ ഐസക് ന്യൂട്ടൻ. 1642 ഡിസംബർ 25 ജനിച്ചു. 1726 മാർച്ച് 20 മരിച്ചു. ജനിക്കുന്നതിന് 3 മാസം മുൻപ് അച്ഛൻ മരിച്ചു. 3-ാം വയസ്സിൽ അമ്മ പുനർവിവാഹം കഴിച്ചു. അമ്മൂമ്മയുടെ സംരക്ഷണത്തിൽ 12-ാം വയസ്സിലാണ് സ്കൂൾ വിദ്യാഭ്യാസം ആരംഭിച്ചത്. ആദ്യമായി ലിങ്കൺഷെയറിലെ ഗ്രാമർ സ്കൂളിൽ ചേർന്ന് പഠിച്ചു. ഗ്രാമർ സ്കൂളിൽ യാന്ത്രിക മോഡലുകൾ ഉണ്ടാക്കുന്നതിലാണ് ന്യൂട്ടൻ ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. സൺഡയൽ, വാട്ടർ ക്ലോക്ക്, നൽചക്ര വാഹനം തുടങ്ങി അനവധി യാന്ത്രിക മോഡലുകൾ സ്കൂൾ പഠനകാലത്ത് ഉണ്ടാക്കി. 15-ാമത്തെ വയസ്സിൽ വീണ്ടും ന്യൂട്ടന് പഠനം നിർത്തേണ്ടി വന്നു. അമ്മയുടെ 2-ാം ഭർത്താവിൻ്റെ മരണത്തോടെ അവരുടെ കൃഷിയിടത്തിൽ പോയി ജോലി ചെയ്യാൻ നിർബന്ധിതനായി. ബാലനിലുള്ള അസാധാരണത്വം ദർശിച്ച അമ്മാവൻ 1660 അതായത് 18 വയസ്സിൽ കേംബ്രിഡ്ജിലെ ട്രിനിറ്റി കോളേജിൽ ചേർത്തു. അവിടെ നിന്ന് പ്രകാശത്തെക്കുറിച്ച് കേംബർ എഴുതിയ പുസ്തകങ്ങൾ വായിക്കാനിടയായി. ലെസ്കോട്ട്സിൻ്റെ ജിയോമെട്രിയാണ് വാസ്തവത്തിൽ ന്യൂട്ടനെ മൗലികമായ ചിന്തയിലേക്ക് നയിച്ചത്.
1665 ട്രിനിറ്റി കോളേജിൽ നിന്ന് ബിരുദമെടുത്തു. ഇതേ വർഷം തന്നെയാണ് പ്രസിദ്ധമായ ബൈനോമിയൽ തിയറം കണ്ടെത്തിയതും കാൽക്കുലസ് എന്ന ഗണിതശാഖയുടെ പ്രാരംഭം കുറിച്ചതും. 1665 കുപ്രസിദ്ധമായ പ്ലേഗ് മൂലം കോളേജുകളെല്ലാം നിർത്തിവെച്ചപ്പോൾ വീണ്ടും ലിങ്കൻഷെയറിൽ അമ്മയുടെ കൃഷിയിടത്തിലേക്ക് തിരിച്ചു പോകേണ്ടി വന്നു. അവിടെ വെച്ചാണ് ആപ്പിൾ താഴേക്ക് വീഴുന്നതിൻ്റെ ശാസ്ത്രത്തെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങിയത്. 1665 ആപ്പിൾ മരത്തിൻ്റെ ചുവട്ടിലിരിക്കുമ്പോൾ ആപ്പിൾ താഴെ വീഴുന്നത് കണ്ട് എന്താണ് ഇത് മുകളിലേക്ക് പോകാത്തതെന്ന് വിചാരിച്ച ന്യൂട്ടൻ്റെ ചിന്തയാണ് 22 വർഷത്തിന് ശേഷം ഗുരുത്വാകർഷണ സിദ്ധാന്തമായി 1687 പുറത്തു വന്നത്. സീറ്റിലിരുന്നു കൊണ്ട് കുടയുടെ കാലു തിരിച്ച് കുട സാവധാനം കറക്കുക. നിങ്ങൾ ഇരിക്കുന്ന പീഠം എതിർദിശയിലേക്ക് കറങ്ങുന്നത് ശ്രദ്ധിക്കുക. ഓരോ പ്രവൃത്തിക്കും അതിന് തുല്യവും എന്നാൽ എതിർദിശയിലേക്കുള്ളതുമായ പ്രതിപ്രവർത്തനവുമുണ്ട്. ഇതാണ് ന്യൂട്ടൻ്റെ മൂന്നാമത്തെ ചലന നിയമം പറയുന്നത്. ചെറിയ പൽചക്രം പിടിയിൽ പിടിച്ച് തിരിക്കുക. തൊട്ടടുത്ത പൽചക്രം ഒരിക്കൽ പൂർണ്ണമായി തിരിയുന്നത് വരെ ചെറിയ പാൽചക്രം എത്ര പ്രാവശ്യം തിരിയണമെന്ന് നോക്കുക. അറ്റത്തുള്ള കൂടുതൽ വലിയ പൽചക്രം ഒരിക്കൽ പൂർണ്ണമായി തിരിയുന്നതുവരെ ചെറിയ ചക്രം തിരിക്കുക. ഇതിന് ചെറിയ ചക്രം എത്ര പ്രാവശ്യം തിരിഞ്ഞു എന്ന് നോക്കുക. ഭ്രമണവേഗത കുറയ്ക്കുന്നതിനോ കൂട്ടുന്നതിനോ പൽചക്രങ്ങൾ ഉപയോഗിക്കുന്നു. ചെറിയ പൽചക്രം തിരിക്കുമ്പോൾ വലിയ പൽചക്രം കുറഞ്ഞ വേഗതയിൽ തിരിയുന്നു. വലിയ പൽചക്രം തിരിക്കുമ്പോൾ ചെറിയ പൽചക്രം കൂടുതൽ വേഗതയിൽ തിരിയുന്നു. വളയത്തിനുള്ളിൽ കയറി മുന്നോട്ട് നടക്കുക. വളയം എതിർദിശയിൽ ചലിച്ചു തുടങ്ങുന്നു. നിങ്ങളുടെ വേഗത കൂടുന്നതനുസരിച്ച് വളയത്തിൻ്റെ വേഗം വർദ്ധിക്കുന്നു. എനർജി ഡ്രമ്മിലെ ചലനവും പ്രതിചലനവും ന്യൂട്ടൻ്റെ മൂന്നാം ചലന നിയമത്തിന് വിധേയമാണ്. വളയത്തിൻ്റെ കറക്കം മൂലമുണ്ടാകുന്ന വൈദ്യുതോർജം ബൾബുകളെ പ്രകാശിപ്പിക്കുന്നു. ജലധാരയുടെ പമ്പ് പ്രവർത്തിക്കാൻ ഉപയോഗിക്കുന്നു. ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വൈദ്യുതിയുടെ അളവ് വോൾട്ട് മീറ്റർ രേഖപ്പെടുത്തുന്നത് ശ്രദ്ധിക്കുക. ഹാൻഡിൽ സാവധാനം തിരിക്കുക. ചതുരാകൃതിയിലുള്ള ബോർഡ് തിരിയുന്നത് ശ്രദ്ധിക്കുക. ബോർഡിൻ്റെ ഇരുവശങ്ങളും ഒരുപോലെയാണെന്നത് കാണുക. ഈ ഹാൻഡിൽ വളരെ വേഗത്തിൽ തിരിക്കുക. ഇപ്പോൾ ബോർഡ് പശ്ചാത്തലത്തിന് വിപരീതമായി ആടുന്നതുപോലെ കാണപ്പെടുന്നു. ഒരു സെക്കൻഡിൻ്റെ 16 സമയം ഒരു ചിത്രത്തെ കാഴ്ചയിൽ നിലനിർത്താൻ റെറ്റിനയ്ക്ക് കഴിയും. ബോർഡ് വളരെ വേഗത്തിൽ കറങ്ങുമ്പോൾ രണ്ട് വശങ്ങളും കറങ്ങി മറിയുന്നത് മേൽപ്പറഞ്ഞ സമയപരിധിക്കുള്ളിൽ വരുന്നു. അതിനാൽ ബോർഡിൻ്റെ കറക്കം ആട്ടം പോലെ നമുക്ക് ദൃശ്യമാവുന്നു. എത്തിച്ചേരണമെന്ന് അറിയിക്കുന്നു. സൈക്കിൾ ചക്രം വേഗത്തിൽ തിരിക്കുക. ബോളുകൾ ചക്രത്തിൻ്റെ റിമ്മിന് സമീപത്തേക്ക് നീങ്ങുന്നത് ശ്രദ്ധിക്കുക. അല്പസമയത്തിന് ശേഷം ചക്രത്തിൻ്റെ വേഗത കുറയുമ്പോൾ അതിൻ്റെ കേന്ദ്രഭാഗത്തേക്ക് ബോളുകൾ നീങ്ങുന്നത് നോക്കുക. അപകേന്ദ്ര ബലമാണ് ഇതിന് കാരണം. ചക്രത്തിൻ്റെ വേഗത കുറയുന്നതിനനുസരിച്ച് ഹൃദയാകാരത്തിലുള്ള പാറ്റേണിൽ ബോളുകൾ താനെ അതിൻ്റെ കേന്ദ്രത്തിലേക്ക് പതിക്കുന്നത് കാണാം.
Aku Chandra di situ. പ്രതിധ്വനിക്കുയൽ. വായ്ക്കുയലിൻ്റെ ഉള്ളിൽ വെച്ച് ഹലോ എന്ന് പറയുക. വ്യക്തമായ ഒരു പ്രതിധ്വനി നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ്. അതുപോലെ ഒരിക്കൽ കൈയടിച്ചാൽ പല പ്രതിധ്വനികൾ കേൾക്കാം. ശബ്ദവീചികൾ കുയലിൽ 330 മീറ്റർ വേഗതയിൽ സഞ്ചരിച്ച് മറ്റേ അറ്റത്തു നിന്നും പ്രതിഫലിപ്പിക്കപ്പെടും. ഇങ്ങനെ പ്രതിഫലിപ്പിക്കപ്പെടുന്ന ശബ്ദം നിങ്ങളുടെ ചെവികളിലെത്തുന്നത് ആദ്യത്തെ ശബ്ദം പുറപ്പെടുവിച്ചതിനു ശേഷം കുറഞ്ഞത് ഒരു സെക്കൻഡിൻ്റെ 1/10 കഴിഞ്ഞാണെങ്കിൽ പ്രതിധ്വനി വേർതിരിച്ചു കേൾക്കാൻ കഴിയും. മൂന്ന് ഉത്തോലകളുടെ അഗ്രഭാഗത്ത് തുല്യഭാരങ്ങൾ വെച്ചിരിക്കുന്നത് നോക്കുക. ഓരോ ഉത്തോലകത്തിൻ്റെയും പിടി താഴത്തേക്കമർത്തി ഭാരം ഉയർത്തുക. ഉത്തോലകത്തിൻ്റെ പിടിയുടെ ഭാഗത്തു നിന്ന് നീളം കൂടുന്നതനുസരിച്ച് ഉയർത്താൻ എളുപ്പമാകുന്നത് ശ്രദ്ധിക്കുക. വലിയ ഭാരങ്ങൾ കുറഞ്ഞ യത്നം കൊണ്ട് ഉയർത്തുവാൻ ഉത്തോലകം സഹായിക്കുന്നു. ചതുരാകൃതിയിലുള്ള വിടവിലൂടെ ബോക്സിനുള്ളിലേക്ക് നോക്കുക. ഭംഗിയുള്ള ഒരു പ്രതിബിംബം കാണാം. പെട്ടി മെല്ലെ തിരിക്കുമ്പോൾ പ്രതിബിംബം മാറുന്നതായി കാണാം. പ്രതിബിംബം എപ്പോഴും തലതിരിഞ്ഞിട്ടായിരിക്കും. പുറമേയുള്ള വസ്തുവിൽ നിന്നുള്ള പ്രകാശം ഒരു ലെൻസിലൂടെ ഫ്ലോട്ടസ്ഡ് സ്ക്രീനിൽ പതിക്കുന്നു. സാധാരണ ക്യാമറകളിൽ ഫ്രോസ്റ്റഡ് സ്ക്രീനിൻ്റെ സ്ഥാനത്ത് ഫിലിം ആണ് ഉപയോഗിക്കുന്നത്. ഇരു കൈകളും കൊണ്ട് ഹാൻഡിൽ മുറുകെ പിടിച്ച് കയർ താഴേക്ക് വലിക്കുകയും ഉടൻ തന്നെ അയവ് വരുത്തുകയും ചെയ്യുക. ഈ പ്രവർത്തനം ആവർത്തിക്കുമ്പോൾ കയർ വീലിൽ ചുറ്റുകയും അയ്യുകയും ചെയ്യുന്നതായി കാണാം. കയറിൽ ഉണ്ടാകുന്ന ഈ ബലത്തിന് നിങ്ങളെ തന്നെ കയറിനോടൊപ്പം ഉയർത്തിക്കൊണ്ടുപോകാൻ കഴിയും. താഴേക്ക് വലിക്കുമ്പോൾ കയർ വീലിൻ്റെ ദണ്ടിൽ ചുറ്റാൻ പാകത്തിൽ കോണീയ ആക്കം കൈവരിക്കുന്നു. കയറിൻ്റെ മുകളിലേക്കും താഴേക്കുമുള്ള ചലനം നിയന്ത്രിക്കുന്നത് ഈ കോണീയ ആക്കമാണ്. ശാസ്ത്ര കേന്ദ്രത്തിലെ കാഴ്ചകളാണ് ഇത്. പ്രദർശനശാലകളിൽ നിന്നുള്ളത് നമുക്ക് ഷൂട്ട് ചെയ്യാൻ അനുവാദമില്ല. സോറി. പ്രിയരെ, ഒരു പ്രധാന കാര്യം കൂടി. വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.